ചാലക്കുടി ടൗൺ ജുമാ മസ്ജിദിൽ നടന്ന വിവാഹ ചടങ്ങ് മതസൗഹാർദ്ദത്തിന്റെയും സ്നേഹത്തിന്റെയും വേദിയായി മാറി. ചാലക്കുടി ടൗൺ ജുമാ മസ്ജിദിൽ നടന്ന വിവാഹ ചടങ്ങ് മതസൗഹാർദ്ദത്തിന്റെയും സ്നേഹത്തിന്റെയും വേദിയായി മാറി. ടൗൺ ഇമാം ഹുസൈൻ ഭാഗവി കാർമ്മികനായ ചടങ്ങിൽ സാക്ഷികളായത് ചാലക്കുടി സെന്റ് മേരീസ് ഫൊറോന പള്ളി വികാരി ഫാദർ വർഗീസ് പാത്താടനും കൂടപ്പുഴ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ അഭിലാഷ് ശാന്തിയും. ഉണ്ണിയേശുവിന്റെ പിറവി ആഘോഷിക്കുന്ന ക്രിസ്മസിന് അടുത്ത ദിവസങ്ങളിൽ തന്നെ മതനേതാക്കളുടെ സാന്നിധ്യത്തിൽ നടന്ന വിവാഹ ചടങ്ങ് പുണ്യമായി. നോർത്ത് ചാലക്കുടി മനക്കുളപ്പറമ്പിൽ ഷക്കീർ അനിത ദമ്പതികളുടെ മകൾ ഷിയയുടെയും പാലക്കാട് ഭാവ നഹർ താഹിറ മുസ്തഫ മുഹമ്മദ് മുസ്തഫ ദമ്പതികളുടെ മകൻ ഷബീർ അഹമ്മദിന്റെയും നിക്കാഹാണ് ഞായറാഴ്ച വൈകിട്ട് 5:30 നടന്നത്. അന്യമതസ്ഥർക്ക് സാധാരണ പ്രവേശനം അനുവദിക്കാത്ത ടൗൺ ജുമാ മസ്ജിദിൽ നടന്ന വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയവരിൽ ഭൂരിഭാഗവും വധുവിന്റെ പിതാവിന്റെ സുഹൃത്തുക്കളായ ക്രൈസ്തവരും ഹൈന്ദവരും. മകളുടെ വിവാഹ ചടങ്ങിലേക്ക് അന്യമതസ്ഥരായ സുഹൃത്തുക്കളെ പങ്കെടുപ്പിക്കണമെന്നുള്ള ഷക്കീറിന്റെ ആഗ്രഹം ഇമാമും പള്ളി കമ്മിറ്റിയും 2 കൈയും നീട്ടി സ്വീകരിച്ചു. ഇതോടെ ടൗൺ ജുമാ മസ്ജിദ് മതസൗഹാർദ്ദത്തിന്റെ വേറിട്ട വേദിയായി മാറി. നമ്മുടെ എൻ്റെ മകളുടെ ഒരു ചെറിയ ചടങ്ങാണ് ഇവിടെ നടന്നത്. വിവാഹം രണ്ടാമത്തെ മകളുടെ കല്യാണമാണ്. പക്ഷേ എനിക്കതിൽ ഏറ്റവും സന്തോഷകരമായ കാര്യം നമ്മുടെ പള്ളിയിലത്തെ സാധാരണ പള്ളിയിൽ ഞങ്ങളുടെ സാധാരണ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ മാത്രമാണ് പള്ളിയിൽ വന്ന് ഈ ചടങ്ങിൽ പങ്കെടുക്കാറുള്ളൂ. പക്ഷേ നമ്മുടെ ഇവിടുത്തെ പള്ളിയിലത്തെ ഉസ്താദ്, അതുപോലെ പള്ളി മുത്തോലി, പള്ളിയുടെ പ്രസിഡൻറ്റ്, ഇവിടുത്തെ എല്ലാ പള്ളിയിലത്തെ ഭരണകർത്താക്കൾ അല്ലെങ്കിൽ ഭരണസമിതി ഞാനിങ്ങനെ ആശയം പറഞ്ഞു, ഇങ്ങനെ പള്ളിയിലത്തെ അച്ഛൻ വരുന്നുണ്ട്, അമ്പലത്തിലെ ശാന്തി വരുന്നുണ്ട്, അപ്പോൾ അതിന് ഒബ്ജക്ഷൻ ചോദിച്ചു. അവർ 2 കൈ നീട്ടി സ്വീകരിക്കുക. ഇത് നമുക്കൊരു മാതൃകാപരമായ ചടങ്ങാക്കി മാറ്റണമെന്ന് പറഞ്ഞുകൊണ്ടും ഈ പള്ളിക്കാരൻ ആദ്യം തന്നെ ഭരണം സംഭവിക്കുന്നത്. അതുപോലെ തന്നെ എനിക്ക് എൻ്റെ മനസ്സിൽ വളരെ തൃപ്തികരമായ ഒരു സംഭവം നടന്നത്. അല്ലെങ്കിൽ എനിക്ക് എല്ലാ മതങ്ങളും എല്ലാ ആൾക്കാരും ഒരേപോലെ പറഞ്ഞ ആഗ്രഹക്കാരാണ്. അതിവിടെ നടന്നു. അതിന് ഞാൻ ഞങ്ങളുടെ അള്ളാഹുവിനോട് രേഖപ്പെടുത്തി. പള്ളി വികാരിക്കും ക്ഷേത്രം ശാന്തിക്കും ആശംസ അർപ്പിക്കാനും മസ്ജിദിൽ അവസരമൊരുക്കിയിരുന്നു. നമുക്ക് നമ്മളെല്ലാവരും മനുഷ്യരാണെന്നുള്ളതിൻ്റെ വലിയ ഒരു പ്രഖ്യാപനമാണ് ഇവിടെ നടക്കുന്നത്. മതങ്ങൾ അവരവരുടേതായ വഴിയിൽ പോകും, പരസ്പരം ബഹുമാനിക്കണം. പക്ഷെ മനുഷ്യനെന്നുള്ള വിധത്തിൽ നമ്മൾ ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ്. അതിൻ്റെ ഒരു വലിയ പ്രകാശനമായിരുന്നു ഈ വിവാഹം. ജനങ്ങളെല്ലാം ഈ മതമെന്ന് പറഞ്ഞാൽ എന്താണ്ട് അടുക്കാൻ പാടില്ലാത്ത, അല്ലെങ്കിൽ വേലി കെട്ടി അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ നിർത്തണമെന്ന് ഇങ്ങനെ വിചാരിക്കുന്ന, അങ്ങനെ മനസ്സിൽ കൊണ്ടു കിടക്കുന്ന ഒരു വിഭാഗം നമ്മുടെ ചുറ്റുവട്ടത്തിലുണ്ട്. ഓരോരുത്തർക്കും അവരവരുടെ വിശ്വാസങ്ങൾ മുറുകെ പിടിക്കുന്നതോടൊപ്പം സഹോദര മതങ്ങളും അവരുടെ വിശ്വാസങ്ങളും അവരിലുള്ളവരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും അവരുടെ ആവശ്യ നിർവഹണത്തിന് നമ്മൾ പങ്കാളികളാവുമ്പോഴാണ് ഒരു മതവിശ്വാസി യഥാർത്ഥത്തിൽ മതവിശ്വാസിയാണ്. മനുഷ്യന് ചെയ്യുന്ന മോക്ഷത്തിൽ കൂടിയേ ഉള്ളൂ ദൈവത്തിലേക്ക് എത്താൻ ആർക്കും ഏത് മതക്കാരനും സാധിക്കും. അതുകൊണ്ട് തന്നെ വാശിയും വൈരാഗ്യവും വെറുപ്പും വിദ്വേഷമൊന്നുമുള്ള ഒരു ഹൃദയവുമായിട്ട് ദൈവത്തിൻ്റെ മുമ്പിൽ നിന്നാൽ ദൈവം അവരെ സ്വീകരിക്കില്ല. അത് ഏത് മതമായിരുന്നു. എൻ്റെ ഒരു ഉദാഹരണമാണ് അച്ഛനും സ്വാമി ഞങ്ങളെല്ലാം കൂടെ എൻ്റെ കല്യാണത്തിലൂടെ ഒരുമിച്ച് ഈ പള്ളിയുടെ ഉള്ളിലാണ് അത് കയറിയെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ സാഹോദര്യം നമ്മൾ എന്നും നമ്മുടെ സമൂഹം നിലനിൽക്കാൻ ആഗ്രഹിക്കുകയും പ്രയത്നിക്കുകയും ചെയ്യുന്നവരാണ് ഞങ്ങൾ.